ഇന്നത്തെ അറിയിപ്പുകൾ. +2 പരീക്ഷാഫലം മെയ് 21-ന് 4,44,707 വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷ എഴുതിയത്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഈ മാസം 21-ന് പ്രഖ്യാപിക്കും. മൂല്യനിർണ്ണയം പൂർത്തിയായി. ടാബുലേഷൻ പ്രവൃത്തികൾ നടന്നുവരികയാണ്. 4,44,707 വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. ഈ മാസം 14-ന് ബോർഡ് മീറ്റിംഗ് കൂടി 21-ന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയാകുന്നതോടെ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നതാണ്. 4,13,589 വിദ്യാർത്ഥികളാണ് +1 പരീക്ഷ എഴുതിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മൺസൂൺ ഇക്കുറി നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മെയ് 13-ഓടുകൂടി ഇത്തവണത്തെ കാലവർഷം തെക്കൻ ആൻഡമാൻ കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ ചില ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 7 മുതൽ 10 വരെ തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണത്തിൽ മാറ്റം വരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരമാണിത്. ആരോഗ്യകരമായ ഭക്ഷണശീലം വിദ്യാർത്ഥികൾക്കിടയിൽ വളർത്തിയെടുക്കാനും കുറഞ്ഞ അളവിൽ എണ്ണ ഉപയോഗിച്ച് പോഷകസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കാനുള്ള കർശന നിർദ്ദേശമാണ് ഉത്തരവിലുള്ളത്. ഇതിനുള്ള മാർഗനിർദ്ദേശം ഉപജില്ലാ തലത്തിൽ നിന്ന് സ്കൂൾ അധികൃതർക്ക് നൽകുന്നതാണ്. എണ്ണ അധികം ഉപയോഗിക്കുന്ന ഭക്ഷണം ഒഴിവാക്കി പകരം ആവിയിൽ വേവിക്കുന്ന ഭക്ഷണം ശീലമാക്കണമെന്നാണ് നിർദ്ദേശം. അധിക കലോറി എരിയിച്ചു കളയുന്നതിനായി വ്യായാമം, യോഗ മുതലായവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കണം. പോഷകഭക്ഷണമാണോ നൽകുന്നതെന്ന് നിരീക്ഷിക്കാൻ നൂൺ ഫീഡിംഗ് സൂപ്പർവൈസർമാർ, നൂൺ മീൽ ഓഫീസർ എന്നിവർ ഇടയ്ക്കിടെ സന്ദർശിക്കും. ഫോർട്ടിഫൈഡ് അരി, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, ഫോർട്ടിഫൈഡ് ഭക്ഷ്യ എണ്ണ, ഡബിൾ ഫോർട്ടിഫൈഡ് ഉപ്പ് എന്നിവയും ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുതിയ മെനു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നോർത്തേൺ കോൾഫീൽഡ് ലിമിറ്റഡിൽ 200 ഒഴിവുകൾ. ടെക്നീഷ്യൻ ട്രെയിനി വിഭാഗത്തിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ കൽക്കരി ഖനികളിലും മറ്റും ടെക്നീഷ്യന്മാരായി സ്ഥിര നിയമനം ലഭിക്കും. SSLC തത്തുല്യ പരീക്ഷ പാസായി ബന്ധപ്പെട്ട ട്രേഡിൽ അംഗീകൃത സർട്ടിഫിക്കറ്റും 1 വർഷത്തിൽ കുറയാത്ത അപ്രന്റീസ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. പുതിയ ബിരുദ കോഴ്സുമായി IIM കോഴിക്കോട്. മെയ് 22 വരെ അപേക്ഷിക്കാം. 2025-26 അധ്യയന വർഷത്തിൽ കൊച്ചി ക്യാമ്പസിലാണ് പുതിയ 4 വർഷ ഫുൾ ടൈം ബാച്ചിലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് കോഴ്സ് IIM ആരംഭിക്കുന്നത്. പുതുതലമുറയിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ ആഗോളതലത്തിൽ വ്യവസായ വാണിജ്യ മേഖലയ്ക്ക് ആവശ്യമായ യുവ മാനേജറാക്കി മാറ്റുകയാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. മൾട്ടിപ്പിൾ കരിയറിലേക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്ന പദ്ധതിയിലാണ് പാഠ്യപദ്ധതി. 8 സെമസ്റ്ററുകളുള്ള 4 വർഷ BMS വിത്ത് ഓണേഴ്സ് ആൻഡ് റിസർച്ച് പ്രോഗ്രാമിൽ മാനേജ്മെന്റ് മേജറായും ഇക്കണോമിക്സ് ആൻഡ് പബ്ലിക് പോളിസി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സൈക്കോളജി ആൻഡ് ബിഹേവിയറൽ സയൻസ്, ഫിനാൻസ് ആൻഡ് ബിഗ് ഡാറ്റ, ലിബറൽ സ്റ്റഡീസ് ഇൻ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് ഡിജിറ്റൽ പ്രൊമോഷൻ എന്നീ വിഷയങ്ങളിലൊന്ന് മൈനറായും തിരഞ്ഞെടുത്ത് പഠിക്കാൻ കഴിയും. ഏതെങ്കിലും സ്കീമിൽ +2 തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ ഡിപ്ലോമ, അക്കാദമിക് മെറിറ്റ്, എൻട്രൻസ് സ്കോർ, ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിൽ മെയ് 22 വരെ അപേക്ഷിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KSRTC ജീവനക്കാർക്കായി ഇൻഷുറൻസ് പാക്കേജ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നിലവിൽ വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ജൂൺ 4 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതിനായി KSRTCയും SBIയും ഒപ്പിട്ടിട്ടുണ്ട്. 22,095 സ്ഥിരം ജീവനക്കാർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. KSRTCയുടെ എല്ലാ അക്കൗണ്ടുകളും SBIയിലേക്ക് മാറ്റിയതിന്റെ ഭാഗമായിട്ടാണ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയത്. വ്യക്തിഗത അപകടത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് 1 കോടി രൂപയും, അപകടത്തിൽ സ്ഥിരമായ പൂർണ്ണ വൈകല്യം സംഭവിക്കുന്നവർ, അപകട മരണം സംഭവിച്ചവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു കുട്ടിക്ക് പരമാവധി 10 ലക്ഷം രൂപ വരെയും, അപകട ചികിത്സയ്ക്കുള്ള ചെലവിനും മരുന്നുകൾ വാങ്ങുന്നതിനും ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതാണ്. പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാരുടെ താൽപര്യപ്രകാരം 2 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവ് ലഭിക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് വാർഷിക പ്രീമിയം നൽകി ചേരാനും അവസരമുണ്ട്.
75 വയസ്സുവരെ ഇത് പുതുക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.